CPM പറയുന്നത് BJP വിരുദ്ധ രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റേത്, ഇടതുപാർട്ടികളുടേത്. അതുകൊണ്ട് ഇവിടെ പരസ്പരം പോരടിച്ചുകൂടാ. BJP ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നൊരു മണ്ഡലത്തിൽ നിന്ന് വേണം രാഹുൽ മത്സരിക്കുവാൻ എന്ന്. പക്ഷേ ഇപ്പോൾ വാരണാസിയിലാണല്ലോ അങ്ങയുടെ പ്രധാനമന്ത്രി മത്സരിച്ചത് 2014. അവിടുത്തെ ഏറ്റവും ശക്തമായ എതിർകക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നില്ല, 3-ാം സ്ഥാനത്തായിരുന്നു, പരിതാപകരമായി 3-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അന്നും കേജ്രിവാൾ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം ഷീലാ ദീക്ഷിതിനെ നേർക്കുനേർ പോയി വെല്ലുവിളിച്ചു. അതാണ് രാഷ്ട്രീയ വെല്ലുവിളി എന്ന് പറയുന്നത്. മോദിയും രാഹുൽ ഗാന്ധിയുമല്ല അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ എടുത്തു കാട്ടാൻ കഴിയുന്ന പ്രതിരോധത്തിൻ്റെ മാതൃക അത് കേജ്രിവാളാണ്. കാരണം ഷീലാ ദീക്ഷിതിനെ എതിരെ പോയി നിന്ന് മത്സരിപ്പിച്ചാണ് തോൽപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രധാനമന്ത്രി നിൽക്കുന്ന മണ്ഡലത്തിൽ തന്നെ പോയിട്ടാണ് പ്രകടിപ്പിച്ചത്. അന്ന് 5,81,022 വോട്ട് നരേന്ദ്രമോദിക്ക്, 2,09,238 വോട്ട് കേജ്രിവാളിന്, 75,614 അജയ് റായ് എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക്, 60,579 വിജയ് പ്രകാശ് ജയ്സ്വാൾ എന്ന BSP സ്ഥാനാർത്ഥിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കോൺഗ്രസ് അല്ല BJPയെ നേരിടുന്ന യഥാർത്ഥ ശക്തി എന്ന വിലയിരുത്തലുണ്ടോ? അപ്പോൾ എവിടെ നിങ്ങൾ മത്സരിക്കുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട എതിർശക്തി ആര് അന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദേശീയ രാഷ്ട്രീയം ധ്രുവീകരിക്കപ്പെടുക എന്നതിന് ഇതിനേക്കാൾ വലിയ സാക്ഷ്യമുണ്ടോ? അങ്ങനെയല്ല അതിനെ വിലയിരുത്തേണ്ടത് വേണു. ഞാൻ വേണുവിൻ്റെ നല്ല ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പ് ഞാൻ എൻ്റെ വളരെ ആദരവ് നിറഞ്ഞ ആനത്തലവട്ടം ആനന്ദനൊരു സന്ദേഹം പ്രകടിപ്പിച്ചു. ഞാൻ അതിന് ഉത്തരം ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. കാരണം ഇനി മോദി രണ്ടാമത് വന്നാൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് അദ്ദേഹത്തിന് സംശയം. ഒട്ടും സംശയിക്കപ്പെടേണ്ട. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഞങ്ങൾ ചൈനീസ് പാർട്ടിയല്ല, ഉത്തര കൊറിയ പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. അതുകൊണ്ട് ആ സംശയം വേണ്ട. പിന്നെ ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇന്ത്യ 18ആയി വിഭജിക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ അതൊരു BJPയുടെ പേരിലെങ്കിലും അങ്ങനെ ഒരു ചിന്ത വന്നതിൽ സ്വാഗതാർഹം. പക്ഷേ അടിസ്ഥാനപരമായി അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിനോടൊപ്പം അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം വേണം. ഇവിടെ ഈ കൺഫ്യൂഷൻ തീരില്ല. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നാലും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നില്ലെങ്കിലും ഈ കൺഫ്യൂഷൻ തീരാൻ സാധിക്കില്ല. കാരണം ഈ കൺഫ്യൂഷൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും മാനസികമായി ഒന്നാണ് എന്നുള്ളതാണ്. ഈ മാനസികമായി ഒന്നാവുന്നത് എപ്പോഴാണ്? മാനസികമായി ഒന്നാവുന്നത് ഇവർ രണ്ടുപേരും ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടി നിൽക്കുന്നു, ഒരു കോസിന് വേണ്ടി നിൽക്കുന്നില്ല. നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം, ശരി, അടുത്ത ഞങ്ങളുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി അല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അത് ഇവർക്ക് പറയാൻ പറ്റുമോ? വയനാട്ടിൽ തോൽപ്പിച്ചാൽ വയനാട്ടിൽ ഞങ്ങൾ തോൽപ്പിക്കും, ഞങ്ങൾ മത്സരിക്കും, ഞങ്ങൾ തോൽപ്പിക്കും, ശരി തോൽപ്പിക്കട്ടെ, അതൊരു അന്തസ്സുള്ള സമീപനമാണ്. നിങ്ങൾ പറഞ്ഞ കെജ്രിവാളിൻ്റെ ആ കൺസെപ്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. അന്തസ്സായ സമീപനം, അവർ മത്സരിക്കട്ടെ. പക്ഷേ രാഹുൽ ഗാന്ധിയെ ഒരിക്കലും ഞങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? മത്സരിച്ച് തോപ്പിച്ചു കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്തുനിന്ന് ജയിച്ചിട്ട് പ്രധാനമന്ത്രിയാക്കുന്നത് ഒരു സാമാന്യ മര്യാദയല്ല, നേരത്തെ പറഞ്ഞതിന് വിരുദ്ധതയാണ്. അതേസമയത്ത് കന്യാകുമാരിയിൽ പോയി നിന്ന് വാളുയർത്തി രാഹുൽ ഗാന്ധിയാണ് സിന്ദാബാദ്, രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നു. പൊന്നാനിയിൽ അൻവർ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു. സീതാറാം യെച്ചൂരി പറയുന്നു രാഹുൽ ഗാന്ധിയെ തന്നെ പ്രധാനമന്ത്രിയാക്കും. അപ്പോൾ വാസ്തവത്തിൽ ഇവർ ചെയ്യേണ്ട മര്യാദ, പിണറായി വിജയൻ എന്താ BSP മായാവതിയോട് പറഞ്ഞത്? അമേഠിയും റായ്ബറേലിയും കോൺഗ്രസിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും BSP സഖ്യം വന്നപ്പോൾ ഇതാണ് വിശാല മുന്നണിയുടെ മഹാത്മ്യം എന്ന് പറഞ്ഞവരാണ് ഇടതുപക്ഷം. അങ്ങനെയാണെങ്കിൽ ആ വിശാല ഐക്യത്തിൻ്റെ സഖ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ തകരാൻ പോകുന്നു, മതേതരത്തിൽ ഇല്ലാതാകാൻ പോകുന്നു, അതിനേക്കാൾ വരുന്നൊന്നുമല്ലല്ലോ വയനാട്. അപ്പോൾ ആ ഒരു വിശാല വീക്ഷണത്തിൽ വയനാട് മായാവതി ചെയ്തതുപോലെ BSP ചെയ്തതുപോലെ രാഹുൽ ഗാന്ധിക്ക് വിട്ടുകൊടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ധരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് വിട്ടുകൊടുക്കേണ്ടതാണ് അവർ. പക്ഷേ ഇപ്പോൾ വയനാട്ടിലേക്ക് വരാൻ രാഹുൽ ഗാന്ധി ആലോചിക്കുന്ന പല ഘടകങ്ങളിലൊന്ന് മായാവതി പാലം വലിക്കുമോ എന്ന ആശങ്കയാണ്. അത് രണ്ടാമത്തെ പൊളിറ്റിക്സാണ്. ഞാൻ അതിൻ്റെ ഒരു വേറൊരു പൊളിറ്റിക്സാണ് വേണു സംസാരിക്കുന്നത്. അത് സെക്കൻഡ് പൊസിഷൻ. അത് മായാവതി പാലം വലിക്കുന്നതുകൊണ്ടല്ല, സ്മൃതി ഇറാനി അവിടെ ജയിക്കും എന്നുള്ളതുകൊണ്ടാണ്. കാരണം 2004 4 ലക്ഷം, 2009 3 ലക്ഷം, 2014 1 ലക്ഷം, 2016 മൈനസ്. അവിടെ 5 നിയോജക മണ്ഡലം, അതിൽ 4 നിയോജക മണ്ഡലം അമേഠിയിലടക്കം BJP ജയിച്ചു, ഒരെണ്ണം BSP ജയിച്ചു. സോ ദർ ഈസ് നോ ചാൻസ് ഇൻ ദർ. ഇനിയിപ്പോൾ പണ്ടത്തെ ഉപ്പാപ്പയുടെ താഴമ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമേഠിയിൽ. അതുകൊണ്ടാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് അമേഠിയല്ലാത്ത വേറൊരു മണ്ഡലം ഇന്ത്യയിലില്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. കോൺഗ്രസിൻ്റെ ബേസ് ആയിട്ടുള്ള പല മണ്ഡലമുണ്ട്. ഞാൻ പറയുന്നത് അതല്ല. UP ഉദാഹരിക്കുമ്പോൾ അങ്ങ് എടുക്കേണ്ട തെളിവ് എന്ന് പറയുന്നത് നിയമസഭാ
മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പെടുത്താലോ? ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പെടുത്താൽ നിങ്ങൾ പൊട്ടിപ്പാളീസായി. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ അറിയോ, ഞങ്ങൾ പൊട്ടിപ്പാളീസാകും എന്നുള്ളതിനെ ഞങ്ങൾ വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുന്നു. വി ആർ റെഡി ടു ഫൈറ്റ്. ഞങ്ങളവിടെ രാഹുലിനും അവകാശപ്പെട്ടതല്ലേ സാർ? ചെയ്തോട്ടെ, ഞാനത് പറഞ്ഞിട്ടില്ല. രാഹുൽ ഈ വയനാട് ചൂസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങളുടെ കൺസെപ്റ്റാ. രാഹുൽ അവിടെ മത്സരിക്കട്ടെ. അല്ല, ഇപ്പൊ വഡോദര എന്ന് പറയുന്നതോ, അതായത് ഗുജറാത്തിൽ നിന്ന് ഒറ്റയാൾ പോലും, ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും ജയിക്കാത്ത ഗുജറാത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വഡോദര അദ്ദേഹം സ്വീകരിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതൊരു സുരക്ഷിത സ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ അപാകത? ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു രണ്ടാമതൊരു കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. ലെറ്റ് ദം ഡിസൈഡ്. അത് ഒരു പാർട്ടിയുടെ തീരുമാനമാണ്. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും EMS പണ്ട് 2 സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സബ്ജക്ട് ടു കറക്ഷൻ. അത് എല്ലാവരും ചെയ്യാറുണ്ട്. അത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, CPM-ഉം കോൺഗ്രസും തമ്മിൽ എത്ര ദിവസമായി ഈ ആശയക്കുഴപ്പം നിൽക്കുന്നു? ഈ ആശയക്കുഴപ്പത്തിൻ്റെ അടിസ്ഥാനം എന്താ? എൻ്റെ പോയിന്റ് അതാ. ഈ ആശയക്കുഴപ്പത്തിൻ്റെ അടിസ്ഥാനം ഇവർ തമ്മിലുള്ള ബാന്ധവമാണ്. ആ ബാന്ധവം ഇവർ മറച്ചു വെക്കാൻ നടത്തുന്നതാണ് ഇപ്പോൾ കാണുന്ന ഈ വൈരുദ്ധ്യം. അതായത് ഈ ഒരു വാളയാർ കഴിഞ്ഞാൽ ഇവരൊന്ന് അവിടെ ഇപ്പോൾ BJP വിരുദ്ധതയിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ളൊരു ബാന്ധവമല്ലല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. ബംഗാളിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് എതിരെയാണ് ഒരേപോലെ തന്നെ കോൺഗ്രസും CPM-ഉം മുഖ്യ ശത്രുപദം നൽകി എതിർക്കാൻ നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നീക്കുപോക്കിലേക്ക് അവർ പോകുന്നുണ്ട്. ഇതൊക്കെ പരസ്യമാണല്ലോ, പരസ്യമാണ്, രഹസ്യമായ കാര്യങ്ങളല്ല. അവിടെ ഒരു ചെറിയ പോയിന്റ് ഉണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചിട്ടില്ല. സോ മൈ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായി വരുന്നു. ഞാൻ ആനന്ദനോടാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയട്ടെ. രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദം കൃത്യമായി നിഷേധിച്ച ഒരു മുഖ്യമന്ത്രിയാണ് തൃണമൂൽ കോൺഗ്രസ്. അവിടെ ആ പോയിന്റ് നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവർക്ക് ധൈര്യം ഉണ്ടേ പറയട്ടെ എന്ന്. ഇവരെന്ന് അങ്ങനെയാണെങ്കിൽ ഇവർ സഖ്യം ചേർന്ന് മത്സരിക്കരുത് തമിഴ്നാട്ടിൽ. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ? BJP-യുടെ സാമ്പത്തിക നയവും കോൺഗ്രസ് ഈ സഖ്യം ചേർന്ന് മത്സരിക്കരുതെന്നൊക്കെ പറയുമ്പോൾ പ്രശ്നം നമ്മളിപ്പോൾ അങ്ങ് ഉദാഹരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ല, അങ്ങ് ഉദാഹരിക്കുന്ന സംസ്ഥാനങ്ങളെ ചൂണ്ടി തന്നെയാണ് എൻ്റെ മറുചോദ്യങ്ങൾ. ഇപ്പോൾ തമിഴ്നാട് അങ്ങ് ഇപ്പോൾ ഏറ്റവും അവസാനം ഉദാഹരിച്ചു. നോക്കൂ, തമിഴ്നാട്ടിൽ നാം ഇതുവരെ കാണാത്ത രൂപത്തിൽ AIDMK-യും DMK-യും നേരിട്ട് ഏറ്റുമുട്ടുന്ന സീറ്റുകൾ കുറച്ചിരിക്കുകയാണ് അവർ. പകരം അവരെന്താണ് ചെയ്യുന്നത്? അവർക്ക് പ്രാമുഖ്യമുള്ള മേഖലകളിൽ അവർ മത്സരിക്കുന്നു. ഇനി DMK-യെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ മധുര പോലെയുള്ള സ്ഥലങ്ങളിൽ അവർ ഈ അഴഗിരിയൊക്കെ കുഴപ്പമുണ്ടാക്കും എന്നതുകൊണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ CPM-നൊക്കെയാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. CPM-ന് 2 സീറ്റേ ഉള്ളൂ, അതാണല്ലേ സാർ മധുരയിൽ? അത് നിങ്ങൾ BJP-യാണ് നേരിടുന്നതും, വലിയ കാര്യം. അപ്പോൾ അതെ, ഇപ്പോൾ തമിഴ്നാട്ടിൽ നാം ഈ പറയുന്ന കരുണാനിധിയും ഈ പറയുന്ന ജയലളിതയും ഉള്ളപ്പോൾ DMK-യും AIDMK-യുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടുക. ഇത്തവണ അങ്ങനെയല്ല. നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അപകടം പിടിച്ച മണ്ഡലങ്ങൾ പരമാവധി മറ്റ് കക്ഷികൾക്ക് കൊടുത്തുകൊണ്ട് സുരക്ഷിത മണ്ഡലങ്ങളിലേക്കാണ് DMK-യും AIDMK-യും ഒക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. അല്ല, അതാ പറയുന്നത്. അപ്പോൾ ഈ നേർക്കുനേർ പോരാട്ടം എന്ന് പറയുന്ന യുദ്ധമുറ എവിടെയൊക്കെ പ്രസക്തമാകും? അത് വയനാട്ടിൽ മാത്രം സംഭവിക്കേണ്ടതാണ്, ബാക്കി ഒരിടത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നൊരു കാഴ്ചപ്പാട് ഇടതു നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ശരിയാണോ? എന്റെ പോയിന്റ് അതാണ്. വേണു, ഞാൻ പറയുന്ന പോയിന്റ് ഇന്നപ്പോ ഇവര് ചെയ്യുന്നത്. അല്ല, നിങ്ങളും പറയുന്നതാണല്ലോ അമേഠിയിൽ ഭയക്കുന്നു. നേർക്കുനേർ പോരാട്ടം പറഞ്ഞു, ഇതാണ് നിങ്ങളുടെയും സിദ്ധാന്തം. അല്ല, ഞങ്ങൾ അമേഠിയിൽ ഭയക്കുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധി ഓടി രക്ഷപ്പെട്ടു, അത് ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് രാഹുൽ ഗാന്ധിക്ക് രണ്ടാമതൊരു സ്ഥലത്ത് മത്സരിക്കാൻ പാടില്ലെന്നോ മത്സരിക്കാൻ തെറ്റാണെന്നോ ഞങ്ങൾ പറയുന്നില്ല. എവിടെ വേണേ പൊക്കോട്ടെ. അല്ല, നിങ്ങളുടെ രാഷ്ട്രീയം. അല്ല, അത് നിങ്ങൾ വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിന് പ്രസക്തി എന്നതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. അല്ലാതെ അതൊരു വിശാല മനസ്കതയുടെ ഭാഗമായിട്ടല്ല. വിശാല മനസ്കതയല്ല, അതൊരു ലോജിക്കാണ്. ആ ലോജിക്ക് എന്ന് പറയുന്നത് ഒറ്റ പോയിന്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു തമിഴ്നാട്ടിൽ നേർക്കുനേറല്ല, കുറവാണ്, നേർക്കുനേർ കുറവാണ്. എന്താ കാരണം? അവരൊരു ഐക്യം രൂപീകരിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായി തലയെടുപ്പുള്ള 2 നേതാക്കന്മാരുടെ അഭാവമാണ്. കഴിഞ്ഞ 10 വർഷമായി DMK അധികാരത്തിലില്ല, ഒരു സ്ഥലത്തുമില്ല. അതായത് തലയെടുപ്പുള്ള 2 ഭരണാധികാരികൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പക്ഷെ അതിനപ്പുറത്ത് അവർ മാനസികമായിട്ട് അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നയപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് നിന്ന് സൗഖ്യം ചേർന്നിരിക്കുകയാണ് അവിടെ. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് ഒറ്റ പോയിന്റ് അല്ല. ഇവിടെ അങ്ങനെ അല്ല എന്ന് മാത്രമല്ല, ഈ ചാനൽ ചർച്ചയിലും എന്ന് പറയുന്നത് BJP-യുടെയും കോൺഗ്രസിന്റെയും നയങ്ങളൊന്നാണ് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. അതിനോട് യോജിക്കാൻ പറ്റുമോ?